ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡാറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതായിരിക്കട്ടെ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ എനർജിയിലേക്ക് പോകാം. എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡെസ്റ്റിനി, റിജക്ഷൻ, ബാലൻസ്, ഡിസ്കവറി, ഐസൊലേഷൻ. ബോട്ടം വന്നിട്ടുള്ളത് പെർഫെക്ഷൻ ആണ്. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഡെസ്റ്റിനി ആണ്. ഇതില് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, ചില മാറ്റങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകേണ്ടത് തന്നെയാണെന്നുള്ളതാണ്. അതല്ലാതെ അയ്യോ എന്തിനത് സംഭവിച്ചു പോയി എന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കുക. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായ ആൾക്കാരുണ്ടായിരിക്കാം, മാത്രമല്ല നിങ്ങൾക്ക് കരിയറിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് മാത്രം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തു എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന ചില വ്യക്തികൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഫോൺ കോള്, ചില മെസ്സേജ്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ തരുന്ന ഒരു കാര്യമാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ കാര്യവും നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ചെറിയൊരു കാര്യം പോലും, നിങ്ങൾ ഇന്ന് പുതുതായിട്ട് കാണുന്ന വ്യക്തിയോ അല്ലെങ്കിൽ പഴയ ആൾക്കാരെ നിങ്ങളെ റീകണക്ട് ചെയ്യുന്നതോ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യത്തിൻ്റെ ബാക്കിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ പോകേണ്ട വഴി ഏതാണെന്ന് ദൈവം തന്നെ നിങ്ങളെ പറഞ്ഞു തരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത് വെറുതെ അല്ല, ഒരു കാര്യവും നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത് വെറുതെ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സ്പിരിച്വൽ എവേക്കണിങ് എനർജിയാണ്. കാരണം നിങ്ങൾ ആരോടൊക്കെയോ ഗൈഡൻസ് ചോദിക്കുന്നുണ്ട്, യൂണിവേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഗുരുക്കന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് തന്നെ ചോദിക്കുന്നു, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന്. അപ്പം ആ എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. സംഭവിച്ചതെല്ലാം നല്ലതിനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് സംഭവിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് കൂടി മനസ്സിലാക്കുക. ഇതിൽ അടുത്ത് വന്നിട്ടുള്ളത് റിജക്ഷനാണ്. ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, നിങ്ങളെ റിജക്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ, അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടാതിരുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ റിജക്ഷൻ ആയിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പകരം അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ചെയ്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തോ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന റിലേഷൻഷിപ്പോ, എന്ത് തന്നെ ആയാലും ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും, ഓ ഇതെനിക്ക് വേണ്ട ഒരു കാര്യമല്ല, അത് നഷ്ടപ്പെട്ടു പോയത് എൻ്റെതല്ല, അത് നല്ലതായിരുന്നു, വേണ്ടാത്ത കാര്യം തന്നെയാണ് നഷ്ടപ്പെട്ടു പോയത്. ചിലപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വേദനയും വിഷമവും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഓ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യമായതുകൊണ്ടാണ് പല കാര്യങ്ങളും, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് കിട്ടാതിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് വേണ്ടിയിരുന്നില്ല. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് പല സൈൻ തന്നിട്ടുണ്ടായിരിക്കും, ഇത് വേണ്ട, ഇത് ചെയ്യരുത്, ഈ വഴിയെ പോകരുത്, ഇത് നിനക്ക് പറ്റിയതല്ല എന്ന് പലതരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് ഒറ്റ കാലിൽ നിന്ന് ചില കാര്യങ്ങൾ നേടിയെടുക്കും. ആ നേടിയെടുക്കുന്ന കാര്യങ്ങൾ പലതും ചിലപ്പോൾ നമുക്ക് വേണ്ടാത്തതായിരുന്നു എന്ന് നമ്മൾ പിന്നെ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ
പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തിയതല്ല, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അത് ദൈവമായിട്ട് അത് മാറ്റി വിട്ടതാണെന്നും കൂടെ മനസ്സിലാക്കുക. ഇതിൽ അടുത്ത് വന്നിട്ടുള്ളത് ബാലൻസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് പല വിധത്തിലുള്ള ചിന്തകളിലിരിക്കുകയാണ്. അതാണോ ശരി, ഇതാണോ ശരി, പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബാലൻസ് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കും. അത് നമ്മുടെ എനർജി ആകട്ടെ, പൈസ ആകട്ടെ, സന്തോഷമാകട്ടെ, എന്ത് കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ ഒരു ഒന്നുമില്ലാതായിപ്പോയ പോലത്തെ ഒരു അവസ്ഥ. അത് ചിലപ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവർക്കായിരിക്കാം, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കായിരിക്കാം, ആർക്കും തന്നെ നമ്മൾ കൂടുതൽ നമ്മളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങളുടെ എഫേർട്ട് മുഴുവൻ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ സമയം വരെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പം നോക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്, നിങ്ങളെന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ പാത്രമാണെന്നൊരു തിരിച്ചറിവാണ് നിങ്ങൾക്ക്. എനിക്കൊന്നുമില്ലല്ലോ, എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്ന സമയം മുഴുവൻ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു നിങ്ങൾ കൂടുതലായിട്ട് കൊടുത്തത് കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷെ കൊടുത്തവർക്ക് ആർക്കും തന്നെ ഒരു തൃപ്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അവരാരും ഇപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല. ഒരിക്കലും പറയുന്നില്ല നിങ്ങളാണ് ചെയ്തു തന്നത്, നിങ്ങൾ നിമിത്തമാണെന്നൊന്നും ഒരിക്കലും ആരും പറയൂല. എന്നാൽ നിങ്ങളുടെ പാത്രത്തിൽ ഇപ്പോൾ ഒന്നുമില്ലതാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്ന ആൾക്കാർ എല്ലാം കൊടുത്തതിന് ശേഷം ഒന്നുമില്ലാതായി പോയ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നിങ്ങൾ ഇന്നെങ്കിലും നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് നിങ്ങളുടെ വർക്കിലാകട്ടെ, നിങ്ങളുടെ വീട്ടിലാകട്ടെ, എന്ത് കാര്യത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമാണ്. പിന്നെ മാത്രമല്ല, ചില ആൾക്കാർക്ക് ഒരുപാട് പ്രാർത്ഥിക്കും, ഒരുപാട് മെഡിറ്റേറ്റ് ചെയ്യും. അതും നമുക്ക് അത്ര നല്ലതല്ല കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഓവറായി പോയാലും അത് ബുദ്ധിമുട്ടാണ്, നമ്മളുടെ ബാലൻസ് പോകും. അപ്പോൾ നമ്മൾ ചില മന്ത്രജപങ്ങൾ, ചിലപ്പോൾ നമ്മൾ ചില കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ഒറ്റക്കാലിൽ നിന്ന് മന്ത്രം ചൊല്ലുന്ന ആൾക്കാരുണ്ട്. ഇത്രയും കാര്യങ്ങൾ അത് സ്ഥിരം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് പല തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, പല സ്ഥലങ്ങളിൽ നമുക്ക് ബാലൻസ് ഇല്ലാതായി പോകും. അപ്പോൾ ഇപ്പം മെഡിറ്റേഷൻ പോലും നമ്മൾ അതും എല്ലാം ഒരു ലിമിറ്റ് ആയിരിക്കണം. നമുക്ക് വേണ്ട എനർജിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സോളിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. പക്ഷേ ഒരു കുറേ മണിക്കൂറുകൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല നമ്മൾ. കാരണം നമ്മൾ ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ വീടുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മെഡിറ്റേഷൻ ഗ്രൂപ്പുകളിലൊക്കെ പോയി, അത് മാത്രമല്ല നമ്മൾ സ്വയം ചിലപ്പോൾ അത് കണ്ട് നമ്മൾ കുറേ മണിക്കൂറുകൾ ചെയ്ത് കഴിയുമ്പോൾ, സ്ഥിരം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്തിനത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മളുടെ മാനസിക നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമ്മളൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്യണത്. ചില കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിരിക്കാം. നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആവില്ല. പ്രത്യേകിച്ചും ഇത് ചെയ്യുന്നത് സ്ത്രീകളാണ്. ഒരു 40s ഒക്കെ കഴിയുന്ന സ്ത്രീകൾ സ്ഥിരം ഇത് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ആ ഒരു ഇമോഷൻ ബാലൻസ് ഒട്ടും ഇല്ലാതെ വരുന്ന സമയത്ത്, പിന്നെ ചില സമയത്ത് അവർക്ക് മെനോപോസിൻ്റെ ഒക്കെ ഒരു സമയമായിരിക്കാം, ഹോർമോണൽ ഇഷ്യൂസ് ഒരുപാടുണ്ടായിരിക്കാം, ഇപ്പോൾ ഡിപ്രഷൻ വരും. ഇപ്പോൾ റിജക്ഷനിൽ ഒരുപാട് വേദന വരുന്നത് ആ സമയത്താണ്. ഒരു 40s കഴിയുന്ന സ്ത്രീകൾക്ക് റിജക്ഷൻ വരുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അവർ ഓവർ തിങ്ക് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങൾ സ്വയം ഉണ്ടാക്കും. എന്നിട്ട് ഇതുപോലെ മെഡിറ്റേഷൻസ് ഒക്കെ മണിക്കൂറുകളോളം ചെയ്യും. അപ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി ഇംബാലൻസ് ആകും. അപ്പം പിന്നെ നമ്മുടെ ശരീരം ഇൻബാലൻസ് ആയിട്ട് മനസ്സ് നന്നായിട്ട് കാര്യമില്ല. അതും കൂടെ മനസ്സിലാക്കുക. നമ്മളെല്ലാം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളുടെ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിക്കുക. ചില കാര്യങ്ങളിൽ നമ്മളുടെ ബുദ്ധിയും വേണം, ചില കാര്യങ്ങളിൽ നമ്മളുടെ ഹൃദയവും വേണം. രണ്ടും ബാലൻസ് ആയിരിക്കണം. പലപ്പോഴും പല ആൾക്കാർക്കും അത് ബാലൻസ് അല്ല. ഇതിൽ പോലും അത് ബാലൻസ് അല്ല. ഒന്ന് കൂടുതലാണെങ്കിൽ ഒന്ന് കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെ അല്ല വേണ്ടത്. നമ്മൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ഡിസ്കവറിയാണ് വന്നിട്ടുള്ളത്. ഇതില് നിങ്ങൾക്ക് ഇന്നൊരു ബ്ലെസ്സിങ് ആണ് ഇത് നിങ്ങൾക്ക് കിട്ടിയ. കാരണം
പുതിയ ഒരു റിയലൈസേഷനാണ്. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു, പുതിയതായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടായിരിക്കാം, ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ ചെയ്യണത്, അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു കാര്യം ചെയ്തത് അത്ര നന്നായില്ല, എനിക്ക് തന്നെ നന്നായില്ല എന്ന്. അത് നമ്മളെ കുറ്റപ്പെടുത്തിയല്ല, നമ്മൾ ഒരു ഗിൽറ്റ് ഫീലിംഗ് വെച്ചിട്ടല്ല, നമ്മളൊരു സമാധാനമായിട്ട് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് റിയലൈസേഷനാണ്. നമ്മളത് കണ്ടുപിടിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ്, നമ്മളുടെ സോളിൻ്റെ ആഗ്രഹം എന്താണ്, നമ്മൾ പാസ്റ്റിൽ ചെയ്തത് എന്തുകൊണ്ടാണ്, ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് വരും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ബുദ്ധിയും ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിയും കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു ഹിഡൻ ട്രൂത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ദിവസം. പിന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം, അത് നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ ആൾക്കാർ മെഡിറ്റേഷനിലൊക്കെ ഇരുന്നിട്ട് നിങ്ങളുടെ പാസ്റ്റൊക്കെ കാണുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലൂടെ, മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ടാരറ്റിലൂടെ അല്ലെങ്കിൽ ഡ്രീംസിലൂടെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടും എന്നാണ് കാണുന്നത്. അപ്പോൾ ആ മെസ്സേജിനെ നിങ്ങൾ സ്വീകരിക്കുക, നമ്മൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഐസൊലേഷനാണ്, ഒറ്റപ്പെട്ടൊരു ഫീലായിരിക്കും ഇന്നത്തെ ദിവസം. കാരണം നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. ഈ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഒരവസ്ഥ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സോള് സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത്. ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്ന സമയം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക, അതിൽ അതും തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇന്ന് ഒറ്റയ്ക്കിരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് എൻ്റെ സോളിന് വന്നിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിന് വന്നിട്ടുള്ള എന്തൊക്കെയോ വേദനകൾ, പാസ്റ്റിലെ ട്രോമാസൊക്കെ ഹീൽ ചെയ്യാൻ യൂണിവേഴ്സ് തന്നെ തരുന്ന ഒരു മെസ്സേജാണ് നീ ഒറ്റയ്ക്കിരിക്കുക, ഹീൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത്. ഇന്ന് ഒറ്റയ്ക്കുള്ള സമയമാണ് നിങ്ങൾക്ക് നല്ലത്. കുറച്ച് സമയമെങ്കിലും, ഇപ്പോൾ പറ്റുമെന്നുള്ളൊരു കുറച്ച് സമയമെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക. അപ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോട്ടെ എന്ന് വിചാരിക്കുക. അത് പല ചിന്തകളും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടും. പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് റിവീൽ ആകും എന്നാണ് കാണുന്നത്. പിന്നെ കുറച്ചൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്ത്, അതുപോലെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഒന്ന് ബ്രേക്ക് എടുത്ത്, നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്ത് ഒന്ന് ഉൾവലിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ നിങ്ങളെ കണ്ടെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. നിങ്ങളിലെ നിങ്ങളെ കണ്ടെത്താൻ ഇത് സഹായിക്കും എന്നാണ് കാണുന്നത്. ബോട്ടം എനർജി വന്നിട്ടുള്ളത് പെർഫെക്ഷനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പല ആൾക്കാരും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണം, എനിക്കിത് പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കേണ്ട സമയത്ത് നടക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ് കേട്ടോ. ഒന്നിനും പെർഫെക്ഷൻ ചിന്തിക്കണ്ട. അങ്ങനെ പെർഫെക്ഷൻ ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും യാഥാർത്ഥ്യം നഷ്ടപ്പെടും. അപ്പോൾ കുറച്ചൊക്കെ ഒരു പെർഫെക്റ്റ് അല്ലാത്തൊരു സിറ്റുവേഷനാണ് യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ റിയൽ ആയിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുക എന്നുള്ളതല്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ആരെയൊക്കെയോ കൺസെപ്റ്റാണ്. ഇപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കിയാണ് നിങ്ങൾ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്നും പഠിച്ചിട്ട് അതാണ് ശരിയെന്ന് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ ഈ പെർഫെക്റ്റ് ആകാൻ നോക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ റിയൽ ആയിട്ട് ഇരിക്കുന്നതാണ് പെർഫെക്ഷൻ. അത് മതി. നിങ്ങൾക്കതാണ് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് പെർഫെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിലിരിക്കുന്ന അവസ്ഥയാണ്. അല്ലാതെ അത് പൂർണ്ണതയിൽ ഇതെല്ലാം മറ്റേ ആൾ ചെയ്യുന്നത് പോലെ ഇത്രയും കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ കൃത്യതയും കണക്കും ഒന്നും നോക്കണ്ട. അങ്ങനെ നോക്കാതിരിക്കുക. നിങ്ങൾ ഇന്നത്തെ ദിവസം ശരിയായ ദിശയിലാണ് പോകണമെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മതി.
അതിലപ്പുറം വേറെ ഒന്നും വേണ്ട. അത് തന്നെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. നിങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യരുത്. ആവശ്യമില്ലാതെ ചിന്തിച്ച് ഓരോ ഇത് ഉണ്ടാക്കി വെക്കരുത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ പല ആൾക്കാരും നിങ്ങളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്, എനിക്ക് എന്താണ് ബുദ്ധിയില്ലാതായി പോയത്, ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഒരു ബുദ്ധിയില്ലാത്ത കാര്യങ്ങളാണല്ലോ ചെയ്യണത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. സ്വയം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. നമ്മളെല്ലാവരും യൂണീക്കാണെന്ന് മനസ്സിലാക്കുക. ഓരോ ഓരോരുത്തരെയും പോലെ ഇപ്പൊ എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഓരോരുത്തരെയും പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അപ്പോ നിങ്ങള് പക്ഷെ എന്റെ യഥാർത്ഥ എന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ എന്താണ്, എന്റെ കുറ്റങ്ങളും കുറവുകളൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ ടാരോ റീഡ് ചെയ്യണം നിങ്ങളോട് ഇങ്ങനെ ഗൈഡൻസ് പറഞ്ഞു തരുന്ന എന്നെ മാത്രമല്ലേ നിങ്ങൾക്ക് അറിയാവൂ. അപ്പോ എല്ലാ വ്യക്തികൾക്കും ഒരുപാട് പ്രശ്നങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്താണ്, നമ്മൾ നമ്മളായിട്ട് അംഗീകരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും വലിയ കാര്യം കേട്ടാ. അപ്പോൾ ഓരോ വ്യക്തികളും കുറവുകളില്ലാത്ത മനുഷ്യരാരും ഇല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് നോക്കാം നിങ്ങളുടെ സോൾ ഗൈഡൻസ് എന്താണെന്ന് നോക്കാട്ടോ. ദ ടൈം ഈസ് റൈറ്റ് ആണ്. ഇത് റൈറ്റ് ടൈം ആണെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ സോള് പറയണതാണ് ഈ സമയമാണ്, ഇത് റൈറ്റ് ടൈമാണ്. നിങ്ങളുടെ സോള് ഈ ഒരു സമയം നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഗൈഡൻസ് നിങ്ങളെ മുന്നോട്ട് പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. അല്ലാതെ നിങ്ങളെ ഒരിക്കലും ഒരു പ്രശ്നങ്ങളുണ്ടായി നിങ്ങളെ വിഷമിപ്പിച്ചു, നിങ്ങളെ വേദനിപ്പിച്ചു, അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്നത് കുറ്റമായത് കൊണ്ടല്ല, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായത് കൊണ്ടാണെന്ന് അത് മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്നത് അവർ ശരിയും നമ്മൾ തെറ്റുമായത് കൊണ്ടാണ് എന്നാണ്. അങ്ങനെയല്ല. അവരെ കാഴ്ചപ്പാട് വേറെയാണ്, നമ്മളുടെ കാഴ്ചപ്പാട് വേറെയാണ്. നമ്മളെപ്പോഴും നമ്മളുടെ കണ്ണിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. അപ്പോ നമ്മൾ നമ്മളുടെ കണ്ണിലൂടെ കാണുന്നത് കൊണ്ട് നമുക്ക് ശരിയാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം മറ്റുള്ളവർ ശരി ചെയ്താൽ മാത്രമേ അത് നമുക്ക് ശരിയാണെന്ന് തോന്നുള്ളൂ. വേറൊരു വ്യക്തിയുടെ കണ്ണിലൂടെ നമ്മൾ എപ്പോഴും കാണാൻ ശ്രമിക്കുക. മറ്റൊരാളിന്റെ പെർസ്പെക്റ്റീവിലൂടെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്ത കാര്യം അത് ശരിയാണ്. അപ്പം നമുക്കൊരിക്കലും ആരെയും ജഡ്ജ് ചെയ്യേണ്ടി വരില്ല, ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നൂല. നമ്മളങ്ങനെ കാമായിട്ടിരിക്കാൻ പറ്റും നമുക്ക്. റെക്കഗ്നൈസ് ഡിസ്പെയർ ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ദിവസം നിരാശ ഒരു സാധ്യതയായിട്ട് കാണാനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിരാശയിലിരിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു മെസ്സേജ്. ഇന്ന് എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾ നിരാശയിലാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സാധ്യതയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എവേർക്കണിങ്ങിന്റെ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഇന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഉള്ളിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മളുടെ കഴിവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കഴിവുകൾ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ ആ സന്തോഷത്തിൽ അങ്ങ് മതിമറന്നു പോകും. പക്ഷേ നമ്മൾ ഏറ്റവും വിഷമിച്ചിരിക്കുന്ന സമയത്ത്, ആ ഒരു ഫേസ് എൻഡ് ആകുന്ന സമയത്ത് നമ്മൾ എന്താണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കീഴടക്കാൻ പറ്റും, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. പ്രശ്നങ്ങളെല്ലാം സാധ്യതകളായിട്ട് തന്നെ കാണുക. ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ദുഃഖങ്ങളെന്ന് പറയുന്നത് അത് എന്താണ്, നമ്മളിലേക്ക് വരുന്ന നന്മകളാണെന്ന് മനസ്സിലാക്കുക. ആ ഓരോ പ്രശ്നങ്ങളിലും ഓരോ സാധ്യതകളുണ്ട്. നമ്മൾ വേദനിപ്പിക്കുന്ന ഓരോ ഇൻസിഡന്റിലും അതിൽ നമ്മൾ ഒരു പുതിയ നമ്മളെ കാണാൻ നമ്മൾ ശ്രമിക്കുക. ഇതെനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയല്ലോ, ഇതെനിക്ക് ഓവർകം ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റിയല്ലോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പ്രശ്നങ്ങൾ എപ്പോഴും സാധ്യതകളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന സ്നേഹം, സപ്പോർട്ട് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ് നിങ്ങളോട്. എനിക്കത് പറയാൻ വാക്കുകളില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹാർട്ട് ചക്ര ഇങ്ങനെ ശരിക്കും അത് എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റണില്ല. അത്രയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ലതായിട്ടിരിക്കുക, എല്ലാവരും സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക.
നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് അതൊക്കെ മാറിപ്പോകുന്ന ഒരു സമയം ഉണ്ടാവും. ഈ ഒരു സമയവും കടന്നു പോകും. എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, നമ്മൾ എത്ര സ്ട്രെസ്സിലിരിക്കുന്ന സമയവും നമ്മൾ അവസാനം ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കുക ഈ സമയവും കടന്നു പോകും. കാരണം ഒന്നും സ്ഥായിയായിട്ടുള്ള ഒന്നും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ്. ആരുമില്ല, ഒന്നുമില്ല. ഇന്നലെ ആരുടേതോ ആയിരുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നു, അത് മറ്റുള്ളവരിലേക്ക് നാളെ പോവും. നമ്മൾ പോലും സ്ഥായിയല്ല. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് അത്രയധികം ടെൻഷൻ അടിക്കണേ? അപ്പൊ ടെൻഷൻ വരും കേട്ടോ, ടെൻഷൻ വരും. അത് നമുക്ക് ഇതൊക്കെ പറയുമെങ്കിലും നമുക്കൊരു കാര്യം വരെ നമുക്ക് ടെൻഷൻ വരും. പക്ഷേ നമ്മളത് അംഗീകരിക്കാൻ ശ്രമിക്കുക. നമ്മൾ അംഗീകരിക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുക. ചിലപ്പോൾ അത് 1 ദിവസം 2 ദിവസം എടുക്കുമായിരിക്കും. ഒളിച്ചുകൂടാതിരിക്കുക. ഇതിങ്ങനെയാണ്, അത് ഇങ്ങനെ മനസ്സ് നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ മനസ്സിന് തന്നെ മനസ്സിലാവും ഇത് നമ്മളോട് ഒരു ഇതും നടക്കൂല എന്ന്. അപ്പം അത് മാറിപ്പോട്ടാ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതായിരിക്കട്ടെ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.